ഹൈറിച്ച് തട്ടിപ്പിന്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ അമ്പരപ്പിക്കുന്ന രണ്ട് വിവരങ്ങളുണ്ട്. നിക്ഷേപം മുഴുവൻ ക്രിപ്റ്റോ കറൻസികളാക്കി MD KD പ്രതാപനും ഭാര്യ ശ്രീനയും കടത്തിയെന്നാണ് ആദ്യത്തേത്. നിക്ഷേപകരെ വഞ്ചിച്ച വ്യാജ ക്രിപ്റ്റോ കറൻസി എടുപ്പിച്ചു എന്നതാണ് അടുത്ത കുറ്റാരോപണം. ക്രിപ്റ്റോ കറൻസികളിലെ വ്യാജനും അസലും എങ്ങനെ തിരിച്ചറിയുമെന്നാണ് ഉയരുന്ന ചോദ്യം. ആദ്യത്തെ സംശയം ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ നിയമപരമാണോ എന്നതാണ്. നിയമപരമല്ല എന്നാണ് ഉത്തരം. മാത്രമല്ല, ഇന്ത്യ തയ്യാറാക്കിയിരിക്കുന്ന ബിൽ അനുസരിച്ച് സ്വകാര്യമായ ഒരു ക്രിപ്റ്റോ കറൻസിക്കും അംഗീകാരം നൽകില്ല. റിസർവ് ബാങ്ക് ഇറക്കുന്ന നാണയവും കടലാസ് നോട്ടും പോലെ റിസർവ് ബാങ്ക് ഇറക്കുന്ന ക്രിപ്റ്റോ കറൻസിക്ക് മാത്രമായിരിക്കും അംഗീകാരം. അപ്പോൾ നിലവിലുള്ള ക്രിപ്റ്റോ കറൻസികൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? നിലവിൽ എക്സ്ചേഞ്ചുകൾ വഴി പ്രവർത്തിക്കുന്ന ക്രിപ്റ്റോ കറൻസികളിൽ നിക്ഷേപകർ പണമിടുന്നുണ്ട്. അത് സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം ചെയ്യുന്നതാണ്. ഹൈറിച്ച് ഉടമകൾ എങ്ങനെയാണ് നിക്ഷേപം ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റിയത്? പണം ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റിയാൽ ഏത് രാജ്യത്തിരുന്നും പ്രവർത്തിപ്പിക്കാം എന്നതാണ് നേട്ടം. ഇവിടെ രൂപയിൽ നിക്ഷേപിച്ച് അമേരിക്കയിലോ സിംഗപ്പൂരിലോ ദുബായിലോ പോയി അവിടുത്തെ കറൻസിയിൽ വിൽക്കാം. അപ്പോൾ എങ്ങനെയാണ് വ്യാജ ക്രിപ്റ്റോ കറൻസികളിൽ നിക്ഷേപം സ്വീകരിച്ചത്? HR ക്രിപ്റ്റോ എന്ന പേരിൽ ചില കോഡുകൾ കൈമാറി ക്രിപ്റ്റോ കറൻസിയാണെന്ന് നിക്ഷേപകരെ വിശ്വസിപ്പിക്കുകയായിരുന്നു. ഇത് ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ നടക്കുന്ന ഒരു എക്സ്ചേഞ്ചിലും രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ഹൈറിച്ച് ക്രിപ്റ്റോ തട്ടിപ്പ് നൽകുന്ന മുന്നറിയിപ്പ് എന്താണ്? ക്രിപ്റ്റോ കറൻസിയെ ഇന്ത്യ നിയമപരമായി അംഗീകരിക്കുകയോ അനുവാദം നൽകുകയോ ചെയ്തിട്ടില്ല. നിക്ഷേപിക്കുന്നവർ സ്വന്തം ഉത്തരവാദിത്തത്തിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വാങ്ങുന്നത് വ്യാജനാണോ അസലാണോ എന്ന് പരിശോധിക്കാൻ നിലവിൽ ഒരു സംവിധാനവും രാജ്യത്തില്ല. ഫീച്ചർ ഡെസ്ക്, ന്യൂസ് മലയാളം.